ഹലോ ഗൈസ്, പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ദൃശ്യം 3 മലയാളികൾ ഏറ്റവും കൂടുതൽ വെയിറ്റ് ചെയ്യുന്ന സിനിമ ഏതാണെന്ന് ചോദിച്ചാൽ ദൃശ്യം ഫ്രാഞ്ചൈസി തന്നെയാണ്. അത് ഒന്നിറങ്ങും, രണ്ടിറങ്ങി, മൂന്നിറങ്ങി, ഇനി നാലാം ഇറങ്ങാനുള്ള എല്ലാവിധ ചാൻസ് വിട്ടിട്ടാണ് ഈ സിനിമ തീരുന്നത്. ഈ സിനിമ സംബന്ധിച്ചിടത്തോളം ആദ്യ ഭാഗത്ത് നമ്മൾ കാണുന്നുണ്ട് ജോർജ് കുട്ടിയും കുടുംബവും ക്ഷണിക്കപ്പെടാതെ വരുന്ന ഒരു അതിഥി അവർ അറിയാതെ ഒരു കൊലപാതകം ചെയ്യുന്നത്, എന്നിട്ട് അത് മറച്ചു വെക്കുന്നത്. രണ്ടാമതിൽ അവര് അന്വേഷണത്തിന് എങ്ങനെ പ്രൊട്ടക്ട് ചെയ്യുന്നത്. മൂന്നാം ഭാഗം വരുമ്പോൾ എല്ലാവരും പ്രതീക്ഷിച്ച് ഇതെന്തിനു വേണ്ടി എടുക്കുന്നതാണ്, നടക്കൂ. പക്ഷേ ജിത്തു സാറ കയ്യിൽ ഒരുപാട് വെടിക്കുള്ള മരുന്നുണ്ട് കേട്ടാ. ഒന്നും രണ്ടും വെടിയല്ല, ഒരുപാട് വെടിക്കുള്ള മരുന്നുണ്ട്. ദൃശ്യം 3 അതായത് ഇറങ്ങിയിട്ട് രണ്ടാമത്തെ ദിവസം ഇന്നലെ 21 മോഹൻലാലിന്റെ ബർത്ത്ഡേ ആയിരുന്നാണ് പടം ഇറങ്ങി. ഇന്ന് 22-ന് 4:45 ഷോയ്ക്കാണ് ഷേണായ്സിൽ ടിക്കറ്റ് ഒപ്പിച്ചത്. എറണാകുളത്ത് തന്നെ നല്ല ടൈറ്റാണ്, ടിക്കറ്റ് കിട്ടാനൊന്നുമില്ല. പിന്നെ ഈ പടം ദൃശ്യം 3 വരുമ്പോൾ നമ്മൾ വിചാരിച്ചു 1ഉം 2ഉം ക്ലിക്കായി, 3 ക്ലിക്കാവോ എന്നൊരു പേടിയുണ്ടായിരുന്നു. പക്ഷേ സംഭവമുണ്ട്, പടം വിചാരിച്ച പോയെന്നല്ല. എന്നെ സംബന്ധിച്ച് ഞാൻ ഒരുപാട് പ്രതീക്ഷിച്ചിട്ടൊന്നുമല്ല പോയത്, പക്ഷേ സംഭവം വേറെ ലെവലാണ്. ആദ്യത്തെ ഫസ്റ്റ് ഹാഫ് കുറച്ച് എന്താ പറയുക, കഥാപാത്രങ്ങളും ഇതെല്ലായിട്ടും 1ലും 2ലുള്ള കഥാപാത്രങ്ങൾ തന്നെയാണ്. എന്നാലും അവരെ ഒരു ബിൽഡപ്പും കാര്യങ്ങളൊക്കെ വന്ന് ക്ലൈമാക്സിനോട് അടുക്കുമ്പോൾ ലാസ്റ്റ് 3/4 മണിക്കൂർ പടം വേറെ ലെവലാണ്. പിന്നെ എന്താ പറയുക, നമ്മൾ ഫസ്റ്റ് 1ഉം 2ലും കാണുമ്പോൾ നമുക്ക് ജോർജ് കുട്ടി മാത്രമല്ല, അതിൽ മറ്റു കഥാപാത്രം, അതായത് ആശാ ശരത്തും അവരോടെല്ലാം നമുക്ക് നല്ലൊരു എന്താ പറയുക, ഒരു സെൻറ്റിമെൻറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ 3ലേക്ക് എത്തുമ്പോൾ, നമ്മളതിൻ്റെ ക്ലൈമാക്സിൽ എത്തുമ്പോഴത്തേക്ക് നമ്മൾ തന്നെ ചിന്തിക്കും, ഫസ്റ്റ് പടത്തിനകത്തെന്ന് വെച്ചാൽ ഒരു ഇതാണല്ലോ, അറിയാണ്ട് ഒരു വീട്ടിൽ ഒരാൾ വരുന്നത്, ഒരു ക്ഷണിക്കപ്പെടാതെ അതിഥി വരുന്നത്, അവൻ കൊലപാതകം ചെയ്യുന്നു. ആ കൊല മറക്കാൻ ഒരു കുടുംബം, സാധാരണ കുടുംബം എന്ത് ചെയ്യുമോ അത് അവർ ചെയ്യുന്നു. രണ്ടാം ഭാഗത്തിൽ എന്തായാലും അറിയാം, ഒരു ഐജിന്റെ മകനാണ് കൊല്ലപ്പെട്ടത്. അവര് അന്വേഷണം വരും, ഏത് വിധത്തിൽ അവരെ എങ്ങനെയെങ്കിലും അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാൻ നോക്കും. കാരണം അത് അവരെ പ്രസ്റ്റീജ് ഇഷ്യൂ ആണ്. പോലീസിന്റെ ആണെങ്കിലും ഒരുപാട് പോലീസ് തന്നെ അവർക്ക് ഭയങ്കര പ്രഷറുണ്ട്. അവരെ എന്തായാലും അറസ്റ്റ് ചെയ്യും, എങ്ങനെ ചെയ്യും, അതിനുള്ള തെളിവുണ്ടാക്കണം. അപ്പോൾ ജോർജ് കുട്ടിക്ക് അവരെ കുടുംബത്തിന് എന്തായാലും പ്രൊട്ടക്ട് ചെയ്തേ പറ്റും. അപ്പോൾ അതിനു വേണ്ടി നീങ്ങുന്നത്. പക്ഷെ മൂന്നാം ഭാഗത്തിലെത്തുമ്പം പിന്നെ ലാൽ സാറും ജിത്തു സാറും ഒക്കെ ആദ്യം പറയുന്നുണ്ട്, ഇന്റർവ്യൂസിനകത്തൊക്കെ പറയുന്നുണ്ട്, അവർക്ക് വർഷം ഇപ്പം 2013 ദൃശ്യം 1 ഇറങ്ങുന്നത്, ഇപ്പം ഏകദേശം 13 വർഷമായി. അപ്പോൾ മക്കള് വലുതാകുന്നുണ്ട്, ജോർജ് കുട്ടീൻ്റെ പ്രായം കൂടി. അപ്പോൾ എന്തായാലും പ്രായം കൂടുന്നതിനനുസരിച്ച് അവർക്ക് ഇമോഷണലി ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവുമല്ലോ. ആ മാറ്റങ്ങൾ ഈ സിനിമയിൽ കൊണ്ടുവരാനും അത് വിജയിപ്പിച്ചെടുക്കാനും പറ്റിയിട്ടുണ്ട്. ഈ സിനിമയിൽ ഇപ്പം നമ്മളാണെങ്കിലും അറിയാണ്ട് ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളെ ഉള്ളിൻ്റെ ഉത്ബോധത്തിൽ നമുക്കൊരു മനസ്സാക്ഷി കുത്ത് ഉണ്ടാവില്ലേ. ആ മനസ്സാക്ഷി കുത്ത് എങ്ങനെ ജോർജ് കുട്ടിയിലുണ്ടോ, ആ ജോർജ് കുട്ടിക്ക് അതൊക്കെ മോഹൻലാലിൻ്റെ ഫേസിൽ വരുത്താനും അതൊക്കെ ഗംഭീരമായിട്ട് ലാൽ സാർ ചെയ്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ അകത്തുള്ള കഥാപാത്രങ്ങൾ തന്നെ, അതിനുള്ള കഥാപാത്രങ്ങൾ എത്രത്തോളം 1ലും 2ലുള്ള എല്ലാ കഥാപാത്രങ്ങളും ഇതിലേക്കും വരുന്നുണ്ടെങ്കിലും ഇതിൽ നമ്മൾ ചിന്തിക്കാണ്ട് ചില കഥാപാത്രങ്ങൾ വീണ്ടും ഡൈവേർട്ട് ആകുന്നുണ്ട്. അതായത് ജോർജ് കുട്ടിക്ക് ഓപ്പോസിറ്റായി ഒന്ന് ചിലർ ജോർജ് കുട്ടിയോട് അടുക്കുന്നത് അല്ല നമുക്ക് കാണാൻ പറ്റും. നമ്മൾ ചിന്തിക്കുന്ന പോലെ നല്ല ഈ പടത്തിൽ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഒരു പ്രാവശ്യം എന്തായാലും തിയേറ്ററിൽ കാണേണ്ട പടം തന്നെ ഇതുണ്ട്. പിന്നെ ജിത്തു ജോസഫിന്റെ പടത്തിനെ പറ്റി പൊതുവെയുള്ളൊരു അഭിപ്രായം സീരിയൽ മേക്കിംഗ് ആണ്. സീരിയൽ മേക്കിംഗ് എന്താണ്? ഈ സീരിയൽ മേക്കിംഗ് ഇപ്പോഴല്ലേ സീരിയൽ മേക്കിംഗ് ഒരു പടത്തിന് ആ പടം എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളത് ആ പടത്തിൻ്റെ തിരക്കഥ. ഇനി എത്ര നല്ല കഥ നല്ല സ്ട്രോങ് അല്ലെങ്കിലും, തിരക്കഥയും സ്ട്രോങ് അല്ലെങ്കിൽ, ഏത് കൊടി കുത്തിയ നടൻ വന്ന് അഭിനയിച്ചാലും പടം ഫ്ലോപ്പ് ആവും. അത് എത്ര കോടി ചെലവിട്ടെടുത്താലും നമ്മൾ കണ്ടിട്ടുമുണ്ട്. അപ്പോൾ ഇത്
ഈ ദൃശ്യം എഴുതുമ്പോൾ എന്തായാലും അദ്ദേഹം, അതായത് ജിത്തു സാറ് അതിനുള്ള ഒരു ഇതിട്ടിട്ട് ഞാൻ ചെയ്തത്. അതുകൊണ്ട് ഒന്നല്ല 2 പ്രാവശ്യം തന്നെ തിയേറ്ററിൽ നിന്ന് കണ്ടാലും ഈ പടത്തിന് ഒരു കുഴപ്പമില്ല. പിന്നെ ദൃശ്യം 1 ഒക്കെ വെച്ചാൽ ക്ലൈമാക്സ് എല്ലാം ഭയങ്കര ട്വിസ്റ്റ് ആണ്. 2 ഏകദേശം ട്വിസ്റ്റ് ഉണ്ട്, 3 നല്ല ട്വിസ്റ്റ് ഉണ്ട്. പക്ഷെ നമ്മൾ കമ്പയർ ചെയ്യുന്നതുകൊണ്ടില്ല നമ്മളെ പ്രശ്നങ്ങളാണ്. 1 അത്ര വന്നില്ല, 2 അത്ര വന്നിട്ടില്ല എന്നെല്ലാം ചിലപ്പം പറയും. പക്ഷെ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഒരു കഥാപാത്രം ആകുമ്പോൾ അതിൻ്റെ ഇമോഷണൽ പരമായിട്ടും ഉണ്ടാവുമല്ലോ. ആ കുറച്ച് ഇമോഷണൽ കാര്യങ്ങളാണ് ഒരു കൊലപാതകം ചെയ്ത ഒരാൾക്ക് ഉണ്ടാകുന്ന ഇമോഷണൽ കാര്യങ്ങളെല്ലാം ഈ സിനിമയിൽ ലാസ്റ്റോട്ട് ഇങ്ങനെ പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരാളും പൂർണ്ണമായിട്ടും ഇതൊരു പ്രൊഫഷണൽ കില്ലർ അല്ലല്ലോ കൊലപാതകം ചെയ്തത്, ഒരു ഫാമിലി മാൻ അല്ലേ. അപ്പോൾ ആ ഫാമിലി മാനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് മാനസികമായിട്ട് ബുദ്ധിമുട്ടുണ്ടാവും. ആ മാനസികമായ ബുദ്ധിമുട്ട് ഈ സിനിമയിൽ ഇവർക്ക് കാണിച്ചു തരാൻ പറ്റിയിട്ടുണ്ടെന്നാണ് വിശ്വസിക്കുന്നത്. ദൃശ്യം 1 കയ്യടി നേടിയ കഥാപാത്രങ്ങളെല്ലാം ചിലർ ഇതിനകത്തേക്ക് തിരിച്ചു ഉണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ അകത്ത് ഏറ്റവും വലിയ ട്വിസ്റ്റ്. പിന്നെ ആദ്യം മുതൽ തന്നെ ശ്രദ്ധിച്ചെന്നെ കാണണം. ആദ്യ ഭാഗങ്ങളിലെ ശരിക്കും ചില കഥ പിന്നെ ഇതാണ് ക്ലൈമാക്സിലേക്ക് ഇവർ നീട്ടിക്കൊണ്ടു പോകുന്നത്. അതുകൊണ്ട് തന്നെ തിയേറ്ററിൽ ആൾക്കാരെ പിടിച്ചിരുത്താൻ നല്ല രീതിയിൽ തന്നെ പറ്റിയിട്ടുണ്ട്. പിന്നെ ഒരു സിനിമ ഇറങ്ങുമ്പോൾ എല്ലാവരും 100% നമുക്കെപ്പോൾ നല്ലത് തന്നെ സംഭവിക്കണമെന്നില്ലല്ലോ. ഒരു സിനിമയിൽ നമുക്ക് ഇതിനകത്തൊരു 75-78% സിനിമ സംബന്ധിച്ച് നല്ലത് തന്നെയാണ്. അതുകൊണ്ട് ദൃശ്യം ഫ്രാഞ്ചൈസിയിൽ 3-ാം ഭാഗം എടുത്തിട്ട് അത്ര മോശമായിട്ടില്ല തന്നെയാണ് എൻ്റെ അഭിപ്രായം. അതുകൊണ്ട് തിയേറ്ററിൽ നിന്ന് ധൈര്യമായിട്ട് ടിക്കറ്റ് എടുക്കുക, ധൈര്യമായി പടം കാണാം, വേറെ ഒന്നും നോക്കണ്ട. 2.5 മണിക്കൂർ ഒന്ന് അടിപൊളിയായി ത്രില്ലടിക്കാം.